അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാനികളെ, കേരളത്തിൽ അറിയപ്പെട്ട ഒരു മഹാപണ്ഡിതനാണ് KKP അബ്ദുള്ള മുസ്ലിയാർ. ഇന്ന് പുലർച്ചെ നമ്മിൽ നിന്നും അദ്ദേഹം വിട പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ ദറജ അള്ളാഹു ഉയർത്തി കൊടുക്കട്ടെ. കണ്ണൂർ ജില്ലയിലെ ഒരു പ്രശസ്തമായ ഒരു പ്രദേശമാണ് പാലത്തുങ്കര. പല മഹാന്മാരെ കൊണ്ടും സാദാത്യങ്ങളെ കൊണ്ടും അനുഗ്രഹീതമായ ഒരു പ്രദേശം. പണ്ട് കാലങ്ങളിൽ പൊതുജനങ്ങൾക്ക് മുഴുവനും ആശാകേന്ദ്രമായ ഒരു പ്രദേശമാണ് പാലത്തുങ്കര. പാലത്തുങ്കര എന്ന നാമകരണം തന്നെ മഹാന്മാരിൽ നിന്ന് വന്നതാണ്. മക്കയിൽ ദീർഘകാലം ദറസ് നടത്തുകയും ഒരുപാട് മുരീദുമാരെ വാർത്തെടുക്കുകയും ചെയ്ത അഷേഖ് യഹ്യ ദാഗിസ്ഥാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനവറുകളിൽ നിന്നും ത്വരീഖത്ത് സ്വീകരിച്ച്, നക്സബന്ദിയ ത്വരീഖത്ത് സ്വീകരിച്ച് നാട്ടിലേക്ക് വരുന്ന കുഞ്ഞഹമ്മദ് ഷെയ്ഖ് റളിയല്ലാഹു തആലാനുവിനോട് തൻ്റെ ഷെയ്ഖായ യഹ്യ ഷെയ്ഖ് പറഞ്ഞത്, ആദ്യം പാലത്തിൻകരയിൽ കണ്ട വ്യക്തിക്ക് ഇതിൻ്റെ അനുവാദം, ഇജാസത്ത് നൽകണമെന്നാണ്. നക്സബന്ദിയ ത്വരീഖത്തിൻ്റെയും ചികിത്സയുടെയും ഇജാസത്ത് യഹ്യ ഷെയ്ഖിൽ നിന്നും കുഞ്ഞഹമ്മദ് ഷെയ്ഖ് വഴി നമ്മുടെ കണ്ണൂർ ജില്ലയിലെ പാലത്തുങ്കരയിലെ പാലത്തിൻ്റെ കരയിൽ കണ്ട മൂലൈ റമദാൻ ഖദ്ദസല്ലാഹു സിർറുൽ അസീസ് എന്ന മഹാനവറുകൾക്ക് ഏൽപ്പിക്കേണ്ടായത്. ആ ഒരു പാലത്തുങ്കര എന്ന പേരാണ് പിന്നീട് പാലത്തുങ്കരയായിട്ട് അറിയപ്പെടുകയും പാരമ്പര്യമായിട്ട് സർവ്വജനങ്ങളുടെയും ആശാകേന്ദ്രമായി മാറുകയും ചെയ്തു. റമദാൻ ഷെയ്ഖ് എന്ന് പറഞ്ഞ ഒരുപാട് കറാമത്തുകൾ കൊണ്ടറിയപ്പെട്ട മഹാനവറുകൾ ഒരുപാട് മുരീദന്മാർ അവർക്കുണ്ട്. ആ കുടുംബ പരമ്പരയിലാണ് മഹാനവറുകളുടെ പിതാവും അതുപോലെ തന്നെ മാതാവൊക്കെ ജനിക്കുന്നത്. അവരുടെ ബഹുമാനപ്പെട്ട KKP ഉസ്താദിൻ്റെ പിതാവ് തന്നെ റമദാൻ ഹാജി തങ്ങൾ ആ പരമ്പരയിൽ ജനങ്ങൾക്ക് സേവനം ചെയ്ത ഒരുപാട് ത്വരീഖത്തിൻ്റെ ഷെയ്ഖാണ്. അതുപോലെ തന്നെ ഉമ്മ നമ്മുടെ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ പ്രസിഡൻ്റായിരുന്ന വരക്കൽ മുല്ലക്കോയത്തങ്ങൾ, ബഹുമാനപ്പെട്ട പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ, അവിടെയൊക്കെ ഷെയ്ഖായ ഷാവുൽ ഹമീദ് തങ്ങളുടെ മകൾ ആയിഷയാണ്. അവ രണ്ടുപേരുടെയും മകനായി ജനിച്ച ബഹുമാനപ്പെട്ട KKP അബ്ദുള്ള മുസ്ലിയാർ 1951 അദ്ദേഹം ജനിക്കുന്നത്. ആദ്യത്തിലുള്ള പ്രാരംഭ വിദ്യാഭ്യാസം ബഹുമാനപ്പെട്ട പിതാവായ റമദാൻ ഹാജി തങ്ങളിൽ തന്നെയാണ് കരസ്ഥമാക്കിയത്. എല്ലാ വിദ്യാഭ്യാസവും മഹാനവറിൽ നിന്ന് കരസ്ഥമാക്കിയതിന് ശേഷമാണ് കോഴിക്കോട് മൊഹീദ്ദീൻ കുട്ടി മുസ്ലിയാർ, ഹുസൈൻ മുസ്ലിയാർ മാങ്കടവ് തുടങ്ങിയ മഹാന്മാരിൽ നിന്നും ദർസ് പഠനം പൂർത്തിയാക്കുകയും പിന്നീട് പട്ടിക്കാട് ജാമിയ നൂരിയ അറബിക് കോളേജിൽ പോയി ഫൈസി ബിരുദം നേടിയതും. ബഹുമാനപ്പെട്ട കോട്ടുമല അബൂബക്കർ മുസ്ലിയാർ, ഷെയ്ഖുന ശംസുൽ ഉലമ, ഷെയ്ഖുന കണ്ണിയത്ത് ഉസ്താദ്, അവരുടെ ശിക്ഷണത്തിലാണ് പിന്നെ മഹാനവറുകൾ അവിടുന്ന് പഠനം പൂർത്തിയാക്കുന്നത്. പഠനം പൂർത്തിയാക്കിയ അദ്ദേഹം ധാരാളം ദർസി രംഗത്ത് ഒരുപാട് സ്ഥലങ്ങളിൽ സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. ചെറുപ്പത്തിൽ തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു ഹോബി പറയാറുണ്ട്. ഞാനൊരു വ്യക്തിപരമായിട്ട് ഒരടുത്ത ബന്ധം പുലർത്തുന്ന ഒരാളെന്ന നിലയിൽ അദ്ദേഹം പലപ്പോഴും പല രഹസ്യങ്ങൾ പറയാറുണ്ട്. ആ കൂട്ടത്തിൽ ആദ്യകാലങ്ങളിൽ അദ്ദേഹം ഒരു സാമൂഹിക പ്രവർത്തനത്തിന് നേതൃത്വം കൊടുത്ത ഒരുപാട് അനുഭവങ്ങൾ പറയാറുണ്ട്. പിൽക്കാലത്ത് സമസ്തയിൽ ആകൃഷ്ടരായി സമസ്തയുടെ പ്രചാരകനായി, പിന്നീട് സമസ്തയുടെ 2016 മുഷാവറ മെമ്പറായി. ഇപ്പോൾ വഫാത്താകുന്നത് വരെ സമസ്തയുടെ ഈ 100ാം വാർഷികം പ്രഖ്യാപിച്ചത് മുതൽ അതിൻ്റെ പ്രചാരണത്തിന് വേണ്ടി അതിൻ്റെ കാര്യങ്ങളൊക്കെ ഓരോ നിമിഷവും പ്രവർത്തകരിൽ നിന്നും നേതാക്കളിൽ നിന്നും ചോദിച്ചറിയുകയും വേണ്ട നിർദ്ദേശങ്ങൾ ചെയ്യുകയും ചെയ്യും. ഒരുപാട്
മുരീദുമാർ മഹാനവറുകൾക്കുണ്ട് രഹസ്യമായിട്ട്. അദ്ദേഹത്തിൻ്റെ പാരമ്പര്യം അങ്ങനെ തന്നെയാണ്. അവിടെ പിതാമഹന്മാരൊക്കെ പരസ്യമായി അറിയപ്പെടാൻ ആഗ്രഹിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇദ്ദേഹം ആ ത്വരീഖിൽ തന്നെ, അവർ പോയ വഴിയിൽ തന്നെയായിരുന്നു ജീവിച്ചിരുന്നത്. അറിയപ്പെടാൻ ആഗ്രഹിക്കാതെ തൻ്റെ പിതാവിൽ നിന്ന് ലഭിച്ച ഖാദിരിയ, റിഫാഖിയ, നഖ്ശബന്ദിയ, സുഹ്റവർദിയ, സാദുലിയ തുടങ്ങിയ ത്വരീഖത്തിൻ്റെ ഖലീഫയും കൂടിയാണ് അദ്ദേഹം. ആ വഴിയിൽ തന്നെ അതിനായിട്ട് സമയം നീക്കിവെച്ച ഒരു വലിയ മഹാമനീഷിയാണ്. ഏത് ഫന്നിലും അഗാധമായ പാണ്ഡിത്യം, ഏതൊരു വിഷയത്തിൽ നമ്മൾ സംശയം ചോദിച്ചാലും ഒരു ഖഫായില്ലാതെ വ്യക്തമായ മറുപടി പറയാൻ പറ്റിയ ഒരു മഹൽ വ്യക്തിത്വമായിരുന്നു ബഹുമാനപ്പെട്ട കെ പി ഉസ്താദ്. ഒരു ധൈര്യമായിരുന്നു. ഏത് വിഷയം വരുമ്പോഴും ഇങ്ങനൊരാളുണ്ടല്ലോ. വളരെ ചെറുപ്പത്തിൽ തന്നെ മസ്അലയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഞങ്ങളൊക്കെ ഓതിപ്പഠിക്കുന്ന കാലത്ത് തന്നെ അദ്ദേഹവുമായി സമീപിച്ചു കഴിഞ്ഞാൽ വളരെ വ്യക്തമായിട്ട് അതിന് നക്കലോടുകൂടെ നമുക്ക് സവിസ്തരം മനസ്സിലാക്കി തരുമായിരുന്നു. ഇപ്പോഴും പല വിഷയങ്ങൾ, വിവാദ വിഷയങ്ങളൊക്കെ, എല്ലാ വിഷയങ്ങളും വളരെ ഗഹനമായി പഠിക്കുകയും അത് പറയുകയും ചെയ്യും. കണ്ണൂർ ജില്ലയിൽ ഇടയ്ക്കൊക്കെ ഉണ്ടായിരുന്ന വിദയി പ്രസ്ഥാനത്തിൻ്റെയും അതുപോലെ തന്നെ കള്ളത്തൊരീക്കത്തിൻ്റെയും വേലിയേറ്റം ഉണ്ടായൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. അപ്പോഴൊക്കെ അദ്ദേഹം ത്വരീക്കത്തിനെക്കുറിച്ച് മറ്റുള്ള പ്രാസംഗികർക്ക് പഠിപ്പിച്ചു കൊടുക്കുകയും ആ പ്രാസംഗികർ വഴി അതിനെ മുഴുവനും ഉന്മൂലനം ചെയ്യാൻ അദ്ദേഹത്തിൻ്റെ ഇൽമ ഉപകരിച്ചു എന്നതൊരു യാഥാർത്ഥ്യമായിരുന്നു. വളരെ സൂക്ഷ്മത പുലർത്താറുണ്ട് എന്തിലും എന്ന് പറഞ്ഞാൽ, ചിലപ്പോൾ ഞാൻ ചോദിക്കാറുണ്ട്, കണിശത കുറച്ച് കൂടുന്നുണ്ടോ എന്നൊക്കെ സംശയിക്കുമ്പോൾ, അയ്യോ എനിക്കാരോടും അങ്ങനെ ഒരു കണിശതയോ അല്ലെങ്കിൽ ഒരു വെറുപ്പോ വെക്കാറില്ല. മനസ്സിൽ ഒരാളോടും വെറുപ്പ് ഇതുവരെ കൊണ്ട് നടന്നിട്ടില്ല എന്ന് പലപ്പോഴും എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് വല്ലാത്തൊരു അനുഭവമായി. ഒരു അതുവായി, ഒരു ശത്രുവായി ആരെയും കണ്ടില്ല. മനസ്സെപ്പോഴും സ്വാഫായി വെക്കാറുണ്ട്. പൊതുവെ എന്തെങ്കിലും സാഹചര്യമായി സംസാരിച്ച സഭ പിരിയുമ്പോൾ തന്നെ അല്ലാഹുമ്മ ഗഫിർ ലനാ വലഹും എന്ന് പറഞ്ഞ് മാത്രമേ സഭ പിരിയാറുണ്ടായിരുന്നുള്ളൂ. അത്രമാത്രം സൂക്ഷ്മത പുലർത്തുകയും ഏതെങ്കിലും ഒരു ഹദിയ കിട്ടിയാൽ തന്നെ അത് ഹലാലാണോ എന്ന് ഉറപ്പ് വരുത്തി മാത്രമേ ഉപയോഗിക്കാറുണ്ടായിരുന്നുള്ളൂ. ജീവിതത്തിലെ ഒരുപാട് അനുഭവങ്ങൾ, അദ്ദേഹത്തിൻ്റെ ആ ഒരു വിശുദ്ധത നമ്മൾ ജീവിതത്തിൽ കണ്ടറിയുകയും അനുഭവിച്ചറിയുകയും ചെയ്തതാണ്. അദ്ദേഹത്തിൻ്റെ വിയോഗം തീരാ നഷ്ടവുമാണ്. ത്വരീഖത്തിനെ കുറിച്ച് അന്വേഷിച്ച് വരുന്ന ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. ഞാനുമായി വ്യക്തിബന്ധം ഉള്ള സ്ഥിതിക്ക് തന്നെ പലരും എന്നോട് ചോദിക്കാറുണ്ട്, മഹാനവറുകളിൽ നിന്നും നഖ്ശബന്ദിയ ത്വരീഖത്ത് സ്വീകരിക്കണമായിരുന്നു. അത് അദ്ദേഹത്തോട് സൂചിപ്പിച്ചാൽ അദ്ദേഹം പറയും, ഇപ്പോൾ ആയിട്ടില്ല, പറയണ്ട, പറഞ്ഞു കൊടുക്കരുത്. എത്രത്തോളം സമസ്യയുടെ 100ാം വാർഷികവുമായി ബന്ധപ്പെട്ട് സോവനറിൽ 40 മുഷാവറ മെമ്പർമാരുടെ പരിപൂർണമായ ഹിസ്റ്ററി, ചരിത്രം രേഖപ്പെടുത്തുന്ന കൂട്ടത്തിൽ എന്നോട് എഴുതാൻ വേണ്ടി പറഞ്ഞിരുന്നു. ചില കാര്യങ്ങൾ പറഞ്ഞിട്ട് അതിൽ ഞാൻ എഴുതിയ ചില വാചകങ്ങൾ അദ്ദേഹം അത് വെക്കരുത് എന്ന് പറഞ്ഞിരുന്നു. അതിൽ പറഞ്ഞ ചില വാചകങ്ങളൊക്കെ ത്വരീഖത്തിൻ്റെ ഖലീഫയാണ് എന്ന രീതിയിലുള്ള പരാമർശങ്ങളൊന്നും വേണ്ട, നമുക്കൊന്നും ഇവിടെ കൊടുക്കാനൊന്നും സമയമില്ല എന്ന് പറഞ്ഞ് തൻ്റെ കിട്ടിയ അറിവുകളും അനുഭവങ്ങളും രഹസ്യമാക്കി വെക്കുന്ന ഒരു പ്രത്യേക ശൈലിയാണ്. ദിക്ർ ചൊല്ലാൻ യാത്രയിലുടനീളം ദീർഘമായ ഒരുപാട് യാത്രകൾ പോകാൻ അവസരമുണ്ടായ സമയത്തൊക്കെ ഉടനീളം ദിക്റിലായിട്ട് എപ്പോഴും, ഞാനത് പലപ്പോഴും അദ്ദേഹത്തോട് ചോദിച്ചു എങ്ങനെ സാധിക്കുമെന്ന്. പലപ്പോഴും 24 മണിക്കൂറും ദിക്ർ ചൊല്ലിയാൽ അദ്ദേഹത്തിന് ഒരു മടുപ്പോ ഒരു ക്ഷീണമോ തോന്നാറില്ല. അദ്ദേഹത്തിൻ്റെ വിറുതുകളൊക്കെ വളരെ കണ്ടിന്യൂ ആയിട്ട് ആ പറഞ്ഞ വഴിയിൽ തന്നെ ഒരു ദിവസം മുടങ്ങാതെ ചെയ്യുന്ന ഒരു അനുഭവം അദ്ദേഹത്തിന് നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. ആ ദിക്റിനെ മുടക്കമാക്കുന്ന സംസാരത്തിനോ അല്ലെങ്കിൽ കൂടിക്കാഴ്ചക്കോ ആരെങ്കിലും വീട്ടിലേക്ക് വന്നാൽ വാതിലടക്കും. അതൊരു പ്രത്യേക ഒരു സ്വഭാവമായിരുന്നു. ഞാനതിനെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ പറഞ്ഞത് നമ്മളെല്ലാം മുടങ്ങിപ്പോകുമെന്നാണ്. കൃത്യമായി ചൊല്ലുന്ന വിറുതുകളൊക്കെ മുടങ്ങിപ്പോകും. അങ്ങനെ വിറുതുകൾ കൃത്യമായിട്ടും എല്ലാ ത്വരീഖിലെ വിറുതുകളും ഒരുപാട് ബഹുമാനപ്പെട്ട വരക്കൽ മുല്ലക്കോയ തങ്ങൾ വഴി കിട്ടിയ ഇജാസത്തുകൾ ധാരാളം, കണ്യത്തോരിൽ നിന്നും കിട്ടിയ ധാരാളം ഇജാസത്തുകൾ,
അങ്ങനെ ഒരുപാട് ഷെയ്ഖുന ഷംസുൽ ഉലമയിൽ നിന്നും കിട്ടിയ അങ്ങനെ ഒരുപാട് വിറുതുകളും ഇജാസത്തുകളും ബാപ്പയിൽ നിന്നല്ലാതെ പല മഹാന്മാരിൽ നിന്നും സ്വീകരിച്ചിട്ടുണ്ട്. അതൊക്കെ കൃത്യമായി കൊണ്ടു നടക്കാൻ അദ്ദേഹത്തിന് ജീവിതാവസാനം വരെ സാധിച്ചു എന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിൻ്റെ ദറജ ഉയർത്തിക്കൊടുക്കട്ടെ. അദ്ദേഹത്തിൻ്റെ സേവനങ്ങളൊക്കെ അള്ളാഹു കബൂൽ ചെയ്യട്ടെ. റബ്ബ് സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിൻ്റെ ആ വിയോഗത്തിലുണ്ടായ നഷ്ടം റബ്ബ് തആല നമുക്ക് പരിഹരിച്ചു തരട്ടെ. സ്വർഗീയ ലോകത്ത് മഹാന്മാരായ മശായിഖുമാരൊപ്പം ഒരുമിച്ച് കൂടാനുള്ള ഭാഗ്യം അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും.